ശിവനിലുള്ള അചഞ്ചല വിശ്വാസത്താൽ മരണത്തെ കീഴടക്കിയ ഭക്ത മാർക്കണ്ഡേയന്റെ അത്ഭുതകരമായ ഒരു കഥ ഇത്. വളരെക്കാലം മുമ്പ് ശിവന്റെ കടുത്ത ഭക്തരായിരുന്ന മൃഗണ്ഡു എന്നൊരു മുനിയും ഭാര്യ മരുത്വതിയും ജീവിച്ചിരുന്നു. വർഷങ്ങളോളം കാത്തിരുന്നിട്ടും ആ മുനി ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചില്ല. നിരാശരായ ഋഷി ദമ്പതികൾ കുട്ടികളുണ്ടാകുന്നതിനായി ശിവന്റെ അനുഗ്രഹം തേടുന്നതിനായി കഠിന തപസ് ചെയ്യാൻ തീരുമാനിച്ചു. വർഷങ്ങളോളം കാടുകളിൽ തപസ്സു ചെയ്തതിനുശേഷം ഒടുവിൽ ഒരു നല്ല ദിവസം അവരുടെ ദൃഢനിശ്ചയത്തിൽ സന്തുഷ്ടനായ ശിവൻ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന് മുനി ദമ്പതികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മുനി ദമ്പതികൾ ശിവനെ അവരുടെ മുന്നിൽ കണ്ടതിൽ വളരെയധികം സന്തോഷിക്കുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു. ശിവഭഗവാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ദീർഘായുസ്സുള്ള പക്ഷേ മൂഢനായ ഒരു പുത്രനോ അതോ അതീവ ബുദ്ധിശാലിയും മഹാഭക്തനുമായ പക്ഷേ 16 വയസ്സിൽ മരിച്ചു പോകുന്ന ഒരു പുത്രനോ വേണോ? മൃഗണ്ഡ മഹർഷിയും മരുത്വത്യും ഭഗവാന്റെ ഭക്തിയും സദ്ഗുണങ്ങളും ഉള്ള ഒരു മകനെ ആഗ്രഹിച്ചു. അതിനാൽ അവർ മഹാഭക്തനായ ബുദ്ധിമാനായ പക്ഷേ 16 വയസ്സിൽ മരണപ്പെടുന്ന ഒരു പുത്രനെ തിരഞ്ഞെടുത്തു. ഇതിന്റെ ഫലമായി മാർക്കണ്ഡേയൻ ജനിച്ചു. കുട്ടി വളർന്നപ്പോൾ വേദങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തിന് ദീക്ഷ ലഭിച്ചു. പ്രതിഭാധനായ കുട്ടിയായതിനാൽ വേദങ്ങളും ഉപനിഷത്തുകളും എളുപ്പത്തിൽ പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാതാപിതാക്കളോട് വലിയ ബഹുമാനമുള്ള അനുസരണയുള്ള കുട്ടിയായിരുന്നു അദ്ദേഹം. കുട്ടിക്കാലം മുതൽ തന്നെ മാർക്കണ്ഡേയനും ശിവന്റെ വലിയ ഭക്തനായി. 16-ആം വയസ്സിൽ മൃത്യുദേവനായ യമൻ മാർക്കണ്ഡേയനെ പിടിക്കാൻ എത്തി. എന്നാൽ മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു കഠിനമായി പ്രാർത്ഥിച്ചു. യമൻ തന്റെ പാശം എറിഞ്ഞപ്പോൾ അത് ശിവലിംഗത്തെയും ചുറ്റിപ്പിടിച്ചു. ഇതിൽ ക്രുദ്ധനായ ശിവൻ ഉഗ്രരൂപത്തിൽ പ്രത്യക്ഷനായി യമനെ കീഴടക്കി. തുടർന്ന് ശിവൻ മാർക്കണ്ഡേയനെ ചിരഞ്ജീവിയായി അനുഗ്രഹിച്ചു. മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയായതുകൊണ്ട് ഇന്നും ഭക്തർ അദ്ദേഹത്തെ ആരാധിക്കുന്നു.